ഹായ് ഓൾ, ചാറ്റ് വിത്ത് TSPയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി എക്സ്പയറി എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? നമ്മളിന്ന് 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 ട്രേഡും പ്രോഫിറ്റ് തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് ഫുൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ നമ്മൾ ആ ഒരു കൺസോൾട്ടേഷൻ ഫേസ് കാരണം ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്നും നാളത്തേക്ക് വേണ്ട ഇമ്പോർട്ടൻസ് സോണും മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോയാലോ? ഇതായിരുന്നു നമ്മുടെ നിഫ്റ്റിയിലെ എൻട്രി. അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പോയിൻറ്റും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് കണ്ടപ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. ഇവിടെ വരെ ടാർഗറ്റ് വന്നു, ഇത് ഹാഫ് ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടു. അതിനുശേഷവും മാർക്കറ്റ് നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു. അങ്ങനെ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. രാവിലെ തന്നെ നിഫ്റ്റി അത്യാവശ്യം ബാരിഷ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ്നെസ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കാൻ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. പക്ഷേ നിഫ്റ്റിയുടെ ഈ ഒരു ബാരിഷ്നെസ്സിൽ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബ്രേക്കപ്പ് സ്ട്രക്ചർ ഒന്നും വെച്ച് അപ്സൈഡ് എൻട്രി ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ബുള്ളിഷ്നെസ് കാണിച്ചില്ല നിഫ്റ്റി, ബാരിഷ്നെസ് തന്നെയായിരുന്നു നിഫ്റ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു OBയിൽ നിന്നാണ് നമ്മൾ താഴത്തേക്ക് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 1:9 ഒക്കെ നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു ഫോള് തന്നെ ആയിരുന്നു നിഫ്റ്റിയിൽ. നമുക്ക് നല്ലൊരു പ്രോഫിറ്റും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിലായപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഒറ്റ ട്രേഡായിരുന്നു നിഫ്റ്റിയിൽ എടുത്തത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് ആയിരുന്നു. പിന്നെ അതിന് ശേഷം ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് ബാരിഷ്നെസ് കാണിച്ചു. ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു OBയിൽ ടാപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടാർഗറ്റ് കുറച്ച് കൂടിപ്പോയി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1:4 ഒക്കെ ആയിരുന്നെങ്കിൽ കറക്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ അത് നമുക്ക് ടാർഗറ്റ് തരുന്നതിന് മുന്നേ അത് റിവേഴ്സായി. കോസ്റ്റിൽ നമ്മൾ ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്തു. അതിനുശേഷം ഒരു അപ്സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ വന്ന് ഇവിടുത്തെ ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്സൈഡ് എൻട്രി. പക്ഷേ അതൊരു 3 മണിയൊക്കെ ആയപ്പോൾ ആ ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു മാർക്കറ്റ്. അപ്പോൾ 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എക്സിറ്റ് അടിച്ചു. ചെറിയൊരു പ്രോഫിറ്റിൽ അത് എക്സിറ്റ് ചെയ്തു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. ഇനി നാളത്തേക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് സോൺ നോക്കാം നമുക്ക്. ഇത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോൺ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 15 മിനിറ്റ് OB. അപ്പോൾ അതിൽ നിന്ന് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് നാളത്തേക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു 15 മിനിറ്റ് OB ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് പറയാം. 43,772 അതുപോലെ തന്നെ 43,807 അതിനകത്തൊരു 1 മിനിറ്റ് OB ഉണ്ട്. അത് 43,791 അതുപോലെ 43,797 അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഈ ഒരു OB ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പോയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോയിൻറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റ് യൂസ് ചെയ്യാം ട്രേഡ് എടുക്കാനായിട്ട്. ഇനി നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, എക്സ്ട്രാ വേറെ പോയിന്റ് ഒന്നും ഇല്ല. ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു മാർക്കറ്റ്. വലിയ കുഴപ്പമില്ലായിരുന്നു, ലോസ് ഒന്നും ആയിരുന്നില്ല. അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നാളത്തെ മാർക്കറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്